ഹായ് ഓൾ, ഞാൻ അശ്വതി. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ക്യാരക്ടർ സ്കെച്ചാണ് നോക്കാൻ പോകുന്നത്. അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന ആ ഒരു നോവലിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. ഞാനിതിൻ്റെ ക്ലാസ് ആദ്യമേ എടുത്തിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ക്ലാസ് കാണാത്തവരത് കണ്ടതിന് ശേഷം ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് കാണുന്നതായിരിക്കും കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നുക. അപ്പോൾ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെ നോക്കാം. ഇതിൽ മേജർ ക്യാരക്ടേഴ്സിനെയും മൈനർ ക്യാരക്ടേഴ്സിനെയും അവരുടെ എല്ലാവരുടെയും ക്യാരക്ടർ സ്കെച്ച് ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ, റാഹേൽ, ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ഹു ഈസ് എസ്താസ് female fraternal twin and alter ego. Although the novel has an omniscient narrator, much of the story is told from Rahel's point of view and express her emotion and consciousness. She is parted from Esther as a 7-year-old child in 1969 after the tragic death of Sophia Mole and reunited with him in 1992 as a 31-year-old woman. Her rebellious behavior in Aymanam, erratic education in Kerala, Delhi and in the US, and short-lived marriage to the American Larry McCracken are also important part of the narrative. അപ്പോൾ റാഹേൽ എന്ന് പറയുന്നത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലെ എസ്തപ്പാനും റാഹേലും ആണല്ലോ മെയിൻ കഥാപാത്രങ്ങളെന്ന് പറയുന്നത്. ഇവർ ട്വിങ്സാണ്. ഈ ട്വിങ്സിലെ ഫീമെയിൽ ക്യാരക്ടറാണ് റാഹേൽ എന്ന് പറയുന്നത്. അതായത് എസ്തപ്പാൻ ചിന്തിക്കുന്നത് എന്തോ അത് റാഹേൽ മനസ്സിൽ കാണും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതായത് അത്രയ്ക്ക് ബോണ്ടാണ് ഇവർ തമ്മിലെന്നാണ് പറയുന്നത്. ഇതിലൊരു നറേറ്റർ ഒരു റാഹേലിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് മോസ്റ്റ് ഓഫ് ദ നോവലിലും ഈ സ്റ്റോറി നമുക്ക് കാണാൻ പറ്റുന്നത്. റാഹേലിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ തന്നെയാണ്. അവളുടെ ഇമോഷൻസൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് പറഞ്ഞേക്കുന്നത്. ഈ എസ്തയും റാഹേലും തമ്മിൽ അവർ 7 വയസ്സായിരുന്നപ്പോൾ, അതായത് 1969 7 വയസ്സുള്ളപ്പോൾ ഇവർ സെപ്പറേറ്റ് ആയതാണ്. അതായത് നമ്മുടെ സോഫി മോൾ മരിക്കുന്നു, ആ ഒരു ട്രാജിക് ഡെത്തിന് ശേഷം അതിൻ്റെ റീസൺ ഇവരാണെന്നൊക്കെയുള്ളൊരു പേര് വന്നപ്പോൾ ഇവർ സെപ്പറേറ്റ് ആയതാണ് 7ാമത്തെ വയസ്സിൽ. അതിനുശേഷം ഇവർക്ക് 31 വയസ്സായപ്പോൾ 1992 ഇവർ റീയുണൈറ്റഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റാഹേലിൻ്റെ ബിഹേവിയറും അതേപോലെ തന്നെ അവളുടെ എഡ്യൂക്കേഷനും അവളുടെ വളരെ കുറച്ച് കാലം നീണ്ടുനിന്ന മാരേജും അമേരിക്കയിലുള്ള ലാരി മാക്കസിനെയാണ് കല്യാണം കഴിച്ചത്. ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ ഒരു നോവലിൻ്റെ. നമുക്കിനി അടുത്ത ക്യാരക്ടർ എസ്തയെ നോക്കാം. Rahel's male fraternal twin Esther, whose full name is Estepan, is older by 18 minutes and fully reciprocates his sister's deep bond with him. After Sophia Mole's death in 1969, he is spent to live with his father Baba in Calcutta, now in Kolkata, but is reunited to Ayamanam in 1992. Sometime after his arrival in Calcutta, Esther stops talking and remains mute for the rest of the novel. Most of the inhabitants in Aymanam consider him crazy, but his reunion with Rahel after 23-year-long separation is one of the novel's most violent events. അതായത് എസ്ത എന്ന് പറയുന്നത് റാഹേലിൻ്റെ ട്വിൻ ബ്രദറാണ്. അവൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് എസ്തപ്പൻ എന്നാണ്. നമ്മുടെ റാഹേലിനേക്കാളും 18 മിനിറ്റ് മാത്രമാണ് ഒരു ഓൾഡർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ എന്താണ്, സോഫി മോൾ മരിക്കുന്നത് 1969 അപ്പോൾ 1969 സോഫി മോളുടെ ഡെത്തിന് ശേഷം ഈ എസ്തപ്പാൻ്റെ ഫാദറായിട്ടുള്ള ബാബയുടെ അടുത്തേക്ക് കൊൽക്കട്ടയിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം ഒരു മ്യൂട്ടഡ് ആയിട്ടാണ് ഈ ഒരു നോവലിൽ കാണുന്നത്. അതിനുശേഷം 1992 അയമനത്ത് വന്ന് റീയൂണൈറ്റ് ചെയ്യുന്നത്. ഒരു 23 വർഷത്തിന് ശേഷമുള്ള ഒരു സെപ്പറേഷന് ശേഷമാണ് വീണ്ടും ഈ ഒരു നോവലിൽ ലാസ്റ്റ് ഇവർ റീയുണൈറ്റഡ് ചെയ്യുന്നത്. നമുക്കിനി അടുത്ത ക്യാരക്ടർ നോക്കാം. സോഫി മോൾ, ദ ഡോട്ടർ ഓഫ് ചാക്കോ ആൻഡ് മാർഗരറ്റ് കൊച്ചമ്മ. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹെർ സ്റ്റെപ്പ് ഫാദർ ജോ, ഷീ അറൈവ്ഡ് ഇൻ അയമനം വിത്ത് ഹെർ മദർ ഫോർ എ ബ്രീഫ് ക്രിസ്മസ് വിസിറ്റ്, ബട്ട് ഡ്രൗൺസ് ഇൻ എ മീനച്ചിലാൽ റിവർ. ഷീ ഈസ് സെറ്റ് ടു ഹാവ് ഹെർ grandfather Papichi's nose, but otherwise look different from her cousin Esther and Rahel. Because of her Anglo-Indian parentage, Sophie's death is a turmic central event that leads to the designation of Ipe family, separating from twins from their mother Ammu and from each other. അപ്പോൾ ചാക്കോയുടെയും മാർഗരറ്റ് കൊച്ചമ്മയുടെയും മോളാണ് സോഫി മോൾ. അപ്പോൾ സോഫി മോളുടെ സ്റ്റെപ്പ് ഫാദറായിട്ടുള്ള ജോ മരിച്ചതിന് ശേഷം അവർ അയ്മനത്തേക്ക് ഒരു ചെറിയ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് സോഫി മോളും മാർഗരറ്റ് കൊച്ചമ്മയും വരുന്നുണ്ട്. അപ്പോൾ വന്നതിന് ശേഷം മീനച്ചിലാറിൽ മുങ്ങിയാണ് ഈ സോഫി മോൾ മരിക്കുന്നത്.
ആൻഡ് ഗ്രാൻഡ് ഫാദർ പാപ്പച്ചിയുടെ ഒരു നോസ് ഉണ്ട് എന്നതൊഴികെ ബാക്കിയെല്ലാം ഡിഫറെൻ്റ് ആണ്. എസ്തയിൽ നിന്നും റാഹേലിൽ നിന്നും ബാക്കി എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും സോഫി മോൾക്ക് ഡിഫറെൻ്റ് ആണ്. ഒരു ആംഗ്ലോ ഇന്ത്യൻ പാരൻറ്റേജ് ആണല്ലോ. അതായത് ചാക്കോ ഇന്ത്യനും മാർഗരറ്റ് കൊച്ചമ്മ വിദേശിയുമാണ്. ആൻഡ് സോഫി മോളുടെ ഡെത്താണ് ഈ ഒരു നോവലിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഈവൻ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. അതൊരു ഐപ്പ ഫാമിലിയിൽ ഒരു കുലുക്കം സൃഷ്ടിച്ചൊരു സംഭവം തന്നെയാണ് സോഫി മോളുടെ ഡെത്ത് എന്ന് പറയുന്നത്. ആ ഒരു ഡെത്തിന് ശേഷമാണ് ഈ നമ്മുടെ ആദ്യം പറഞ്ഞ ക്യാരക്ടറായിട്ടുള്ള എസ്തേനെയും റാഹേലിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്, അവരുടെ അമ്മയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് 2 സ്ഥലത്തേക്ക് വിടുന്നത് ഈ സോഫി മോളുടെ ഡെത്തിന് ശേഷമാണ്. അമ്മു, Esther and Rahel's mother, eager to get away from her Syrian Christian upbringing in Kerala, at the age of 19, she hastily married a Bengali Hindu man described as Baba, but returned to Ayamanam with the twin after it became clear that her husband is an irresponsible alcoholic. After her brief and passionate love affair with the untouchable Hindman Velutta, Ammu is separated from her children and banished from her parents' home. She died of asthma at the age of 32 in a lonely broad house in Alleppey, where she has gone for a job interview. അപ്പോൾ അമ്മു എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ തന്നെയാണ്, ഒരു മേജർ ക്യാരക്ടർ തന്നെയാണ്. ഈ എസ്തയുടെയും റാഹേലിൻ്റെയും അമ്മയാണ് അമ്മു എന്ന് പറയുന്നത്. അവളുടെ ആ ഒരു ചെറുപ്പം, ഒരു 19ാമത്തെ വയസ്സിൽ തന്നെ ഒരു ബംഗാളി ഹിന്ദു മാൻ ആയിട്ടുള്ള ബാബ എന്ന് വിളിക്കുന്ന ആ ഒരു മനുഷ്യനെയാണ് കല്യാണം കഴിച്ചത്. അവൾക്ക് അവളുടെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോകണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഈ ഒരു കല്യാണം കഴിക്കുന്നത്. അതിനുശേഷം ഇവർക്ക് ട്വിൻസ് ഉണ്ടായതിന് ശേഷം തിരിച്ച് അയമനത്തേക്ക് വരുന്നു. അവളുടെ ഹസ്ബൻഡ് ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ആൽക്കഹോളിക് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവർ കുട്ടികളുമായിട്ട് തിരിച്ച് അയമനത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഒത്തിരി ഇൻസിഡൻ്റ് ഉണ്ട് ഈ ഹസ്ബൻഡായിട്ട് ബേസ് ചെയ്തിട്ട്, അതൊക്കെ ഞാൻ ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, വന്നതിന് ശേഷം ഒരു അൺടച്ചബിൾ മാനായിട്ടുള്ള വെളുത്ത എന്ന് പറയുന്ന ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളുമായിട്ട് നമ്മുടെ അമ്മുവിന് ഒരു ലവ് അഫെയർ ഉണ്ടാവുകയും പിന്നീട് അത് കുട്ടികളിൽ നിന്ന് അമ്മുവിനെ അകറ്റാനൊരു കാരണമാവുകയും അതേപോലെ തന്നെ പിന്നീട് ആ വീട്ടിൽ നിന്ന് തന്നെ അമ്മു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ആലപ്പുഴയിലാണ് 32ാമത്തെ വയസ്സിൽ ആലപ്പുഴയിൽ വെച്ചിട്ടാണ് അമ്മു മരണപ്പെടുന്നത്. 32ാമത്തെ വയസ്സിലല്ല, 31ാമത്തെ വയസ്സിലാണ് കേട്ടോ അമ്മു ആലപ്പുഴയിൽ വെച്ച് മരിക്കുന്നത്. അടുത്ത ക്യാരക്ടറാണ് ബാബ, Esther and Rahel's father and Ammu's ex-husband, known only by the Bengali name for father. He is known an important character who does not actually appear in the novel, nor do we ever learn his real name. Baba is an alcoholic who tries to persuade Ammu to safeguard his job by sleeping with his boss at the tea estate in Assam. He gives Esther a largely loveless home for 2 decades and then decides to emigrate to Australia without his son. അതായത് ബാബ എന്ന് പറയുന്നത് അമ്മുവിൻ്റെ ഹസ്ബൻഡാണ്. അതായത് എസ്തയുടെയും റാഹേലിൻ്റെയും ഫാദറാണ്. ബാബ എന്ന ബംഗാളി ഭാഷയിൽ അച്ഛനെ വിളിക്കുന്നതാണ് ബാബ എന്ന്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് പോലും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ തന്നെയാണ്, പക്ഷേ ഈ നോവലിൽ അപ്പിയർ ചെയ്യുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം പോലും അറിയത്തില്ല. അദ്ദേഹം ഒരു കംപ്ലീറ്റ്ലി ആൽക്കഹോളിക് ആയിട്ടുള്ളൊരു മാനാണ്. അതേപോലെ ഒരു ജെനുവിൻ അല്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജോലിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആസാമിലെ ടീ എസ്റ്റേറ്റിലെ ബോസിൻ്റെ കൂടെ ഒരു നൈറ്റ് സ്ലീപ്പ് ചെയ്യുമോ എന്ന് അമ്മുവിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള നമ്മുടെ എസ്തപ്പാനെ അദ്ദേഹത്തിൻ്റെ കൂടെ പറഞ്ഞു വിടുന്നുണ്ടല്ലോ ആ ഒരു ഇൻസിഡൻസിനൊക്കെ ശേഷം. അപ്പോൾ ഒരു ലവ്ലെസ് ഹോമാണ് 2 ഡെക്കേഡ്സ് അദ്ദേഹം ഈ മകന് കൊടുത്തത്. അതിനുശേഷം ഇദ്ദേഹം മകനെ കൂട്ടാതെയാണ് ഓസ്ട്രേലിയയിലേക്ക് എമിഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അടുത്തത് മാമാച്ചി പാപ്പാച്ചി. ഓക്കെ, അതിൽ മാമാച്ചിനെയാണ് നോക്കുന്നത്. എസ്തർ ആൻഡ് റാഹേൽസ് ബ്ലൈൻഡ് ഗ്രാൻഡ് മദർ ഹു ഈസ് റിക്ലൂസീവ് ബൈ ടെമ്പർമെൻറ്റ് ആൻഡ് എ ഡിവോട്ടഡ് വയലിൻ പ്ലെയർ. Her unhappy marriage to Papachi includes habitual physical abuse, which end only when the grown-up Chaco intervenes. After Papachi's death, Mamachi became an entrepreneur and successfully run the Paradise Pickle and Preservative family. She is repelled by the affair between Ammu and Velutta and meets out a punishment that leads Ammu's death within a few years. മാമാച്ചി എന്ന് പറയുന്നത് ഈ എസ്തയുടെയും റാഹേലിൻ്റെയും ബ്ലൈൻഡ് ആയിട്ടുള്ള ഗ്രാൻഡ് മദറാണ്.
ഒരു ഡിവോട്ടഡ് വയലിൻ പ്ലെയറാണ്. ഒരു അൺഹാപ്പി മാരേജാണ് പാപ്പാച്ചിയുമായിട്ട് ഉണ്ടായിരുന്നത്. പിന്നീട് പറയുന്നത് ഈ മാമാച്ചി മരിച്ചതിന് ശേഷം ഒരു സക്സസ്ഫുൾ എൻ്റർപ്രണറായിട്ട് മാറി. പാരഡൈസ് പിക്കിൾ ആൻഡ് പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞൊരു ഫാമിലി റൺ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അമ്മുവും വെളുത്തയും തമ്മിലുള്ളൊരു അഫെയറിനെ പറ്റി അറിഞ്ഞതിന് ശേഷം അതിനെതിരെ അമ്മുവിന് പണിഷ്മെൻറ്റ് കൊടുക്കുകയും പിന്നീട് അമ്മുവിൻ്റെ ഡെത്തിലേക്ക് ഒരു ഫ്യൂ ഇയേഴ്സിനുള്ളിൽ തന്നെ അമ്മുവിൻ്റെ ഡെത്തിലേക്ക് ആ കാര്യങ്ങൾ ലീഡ് ചെയ്യുകയും ചെയ്തു. അടുത്ത ക്യാരക്ടർ നോക്കാം. അടുത്ത ക്യാരക്ടറാണ് പാപ്പാച്ചി. എസ്ത ആൻഡ് റാഹിൽസ് ഗ്രാൻഡ് ഫാദർ ഹു ഹോൾഡ് ദ പൊസിഷൻ ഓഫ് ഇംപീരിയൽ എൻറ്റമോളജിസ്റ്റ് ഇൻ ഡൽഹി ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡ് ആൻഡ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ ആംഗ്ലോഫിൽ by his son Chaco. Despite his upper-class upbringing and education, he habitually beats his wife Mamachi with a brass vase until Chaco forced him to stop. Papachi never overcome the professional disappointment of discouraging a new species of moth, but not having it named after him. The pride of his life after retirement is the sky blue Plymouth that later come to be associated with Chaco. അപ്പോൾ പാപ്പാച്ചി എന്ന് പറയുന്നത് എസ്തയുടെയും റാഹേലിൻ്റെയും ഗ്രാൻഡ് ഫാദറാണ്. അതായത് നമ്മുടെ മാമാച്ചിയുടെ ഹസ്ബൻഡാണ് പാപ്പാച്ചി എന്ന് പറയുന്നത്. ഒരു എൻറ്റമോളജിസ്റ്റാണ്. അതായത് എൻറ്റമോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രാണികളെ പറ്റിയും വണ്ടുകളെ പറ്റിയൊക്കെ പഠിക്കുന്നതാണ് എൻറ്റമോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിൽ അതായിരുന്നു. അതിനുശേഷം ഒരു ആംഗ്ലോഫിലായിട്ടാണ് സൺ ചാക്കോ പറയുന്നത്. ആൻഡ് ഒരു അപ്പർ ക്ലാസ് ആയിട്ടാണ്, അതേപോലെ എഡ്യൂക്കേഷൻ ഉണ്ട് എങ്കിൽ കൂടി മാമാച്ചി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒരു ബ്രാസ് വേസ് കൊണ്ട് അദ്ദേഹം തല്ലിയിരുന്നു, നിരന്തരമായി ഉപദ്രവിച്ചിരുന്നു. ചാക്കോ വന്നത് നിർത്തുക എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു മാറ്റി കഴിയുമ്പോഴാണ് ആ ഒരു ഉപദ്രവം നിർത്തുന്നത്. പിന്നെ പാപ്പാച്ചിയുടെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ന്യൂ സ്പീഷീസിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഒരു പുതിയൊരു തരം ഇൻസെക്റ്റിനെ കണ്ടുപിടിക്കണമെന്നും ആ ഇൻസെക്റ്റിന് തൻ്റെ പേര് കൊടുക്കണമെന്നും ഒക്കെ പാപ്പാച്ചി ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിൽ അദ്ദേഹത്തിന് അതിനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് പാപ്പാച്ചിയുടെ ഒരു വലിയൊരു സങ്കടമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പുതിയൊരു ഇൻസെക്റ്റിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളത് കേട്ടോ. നമുക്കിനി അടുത്ത ക്യാരക്ടർ നോക്കാം. നെക്സ്റ്റ് ക്യാരക്ടർ ബേബി കൊച്ചമ്മ. Papachi's sister and Esther and Rahel's grand aunt. As a teenager, she falls in love with Father Mulligan, the Irish priest converted to Catholicism despite her family objection and desire to become a nun, but leaves the convent and she realizes that it cannot fulfill her romantic goal. Later, she earn a degree in ornamental gardening and cultivates an elaborate garden around Aymanam House, only to abandon it in her old age for television and entries in a diary. After the discovery of Ammu's affair with Velutha, Baby Kochamma tried to serve the family honor by telling Inspector Thomas Matthew that Velutha had abused the twins and raped Ammu. When the evidence failed to support this allegation, she caused Esther into giving false testimony against Velutha. അപ്പോൾ ബേബി കൊച്ചമ്മ എന്ന് പറയുന്നത് ഇതിലൊരു റൂഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പാപ്പാച്ചിയുടെ സിസ്റ്ററാണ്. എസ്തയുടെയും റാഹേലിൻ്റെയും ഗ്രാൻഡ് ആൻഡ് ആണ്. ടീനേജ് ആയിരുന്ന ആ ഒരു സമയത്ത് ഫാദർ മുലിഗൻ എന്ന് പറയുന്ന ഒരു ഐറിഷ് പ്രീസ്റ്റുമായിട്ട് ഒരു ലവ് അഫെയറൊക്കെ ഉണ്ടായിരുന്നു, ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അതിനുശേഷം ഫാമിലി ഒത്തിരി ഒബ്ജെക്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു നണ്ണാവാൻ തീരുമാനിക്കുകയും കോൺവെൻറ്റിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നു. കോൺവെൻറ്റിൽ എത്തിയതിന് ശേഷമാണ് ബേബി കൊച്ചമ്മയ്ക്ക് മനസ്സിലായത് തൻ്റെ ഒരു റൊമാൻറ്റിക് ഗോൾ ഫുൾഫിൽ ചെയ്യാൻ ഈ കോൺവെൻറ്റിൽ നിന്നതുകൊണ്ട് സാധിക്കില്ല എന്ന്. ലേറ്റർ ബേബി കൊച്ചമ്മയുടെ ഫാദറിൻ്റെ സഹായത്തോടെ കോൺവെൻറ്റിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഒരു ഡിഗ്രി ഏൺ ചെയ്യുന്നുണ്ട്. ഓർണമെൻ്റൽ ഗാർഡനിങ് ആൻഡ് കൾട്ടിവേറ്റ്സിലൊരു ഡിഗ്രി ഏൺ ചെയ്യുന്നുണ്ട്. അയ്മനം തറവാട്ടിൽ ഒരു ഗാർഡനും ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മുവും വെളുത്തയും തമ്മിലുള്ള ഒരു ലവ് അഫെയർ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ബേബി കൊച്ചമ്മ തൻ്റെ കുടുംബത്തിൻ്റെ ഒരു അഭിമാനം നിലനിർത്തണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു ഫേക്കായിട്ടുള്ള ഒരു പരാതി ഇൻസ്പെക്ടറിന് കൊടുക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ തോമസ് മാത്യുവിന് കൊടുക്കുന്നുണ്ട്. അതായത് ഈ ട്വിൻസിനെ ഉപദ്രവിക്കുകയും അതേപോലെ അമ്മുവിനെ റേപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരാതി കൊടുക്കുന്നുണ്ട്. പക്ഷെ കൊടുത്ത പരാതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എവിഡൻസ് ഉണ്ടായില്ല. അങ്ങനെയൊക്കെ അങ്ങ് പോയി. ബേബി കൊച്ചമ്മ ഒരു റൂഡ് ക്യാരക്ടറാണ്. അടുത്ത ക്യാരക്ടറാണ് ചാക്കോ. എസ്ത ആൻഡ് റാഹിൽസ് അങ്കിൾ, അമ്മൂസ് ബ്രദർ ആൻഡ് മാമാച്ചി ആൻഡ് പാപ്പാച്ചീസ് ഓൺലി സൺ. He attended Oxford University as a left-learned Rhodes Scholar, fall in love with Margaret while she is working as a waitress and marries her. The marriage fails, however,
Because of his lazy nature and sloven way, Chaco returns to Aymanam to make over the management of her mother's pickle factory, hence becoming a capitalist proprietor with communist sympathies. He continues to care deeply for Margaret and Sophie after Margaret remains, but his well-intentioned Christian inventions to them begins the chain of events that end in Sophie's death. അതായത് ചാക്കോ എന്ന് പറയുന്നത് എസ്തയുടെയും റാഹേലിൻ്റെയും അങ്കിളാണ്, അമ്മുവിൻ്റെ ബ്രദറാണ്, മാമാച്ചിയുടെയും പാപ്പാച്ചിയുടെയും സണ്ണാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അവിടെ പഠിച്ചിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വെയിട്രസ് ആയിട്ടുള്ള മാർഗ്രറ്റിനെ സ്നേഹിക്കുകയും കല്യാണം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ മാരേജ് ഒരു അട്ടർ ഫെയിലിയർ തന്നെയായിരുന്നു. ആ ഫെയിൽ ആവാൻ കാരണം ചാക്കോയുടെ ഒരു ലേസി നേച്ചർ, ഒരു സ്ലോ നേച്ചറൊക്കെ തന്നെയാണ്. അതിനുശേഷം ചാക്കോ അയ്മനത്തേക്ക് തിരിച്ചു വരികയും തൻ്റെ അമ്മയായിട്ടുള്ള മാമാച്ചിയുടെ ആ ഒരു പിക്കിൾ ഫാക്ടറി ഇല്ലേ അത് ഏറ്റെടുത്ത് നടത്തുകയും ഒക്കെ ചെയ്തു. പിന്നീട് മാർഗ്രറ്റ് കൊച്ചമ്മയും നാട്ടിൽ വരുന്നുണ്ട്. പിന്നീട് മകളുടെ ഡെത്തിനൊക്കെ ലീഡായ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടുത്ത ക്യാരക്ടറാണ് വെളുത്ത എന്ന് പറയുന്നത്. ആൻ അൺടച്ചബിൾ ഫോർ ദ പറവൻ കമ്മ്യൂണിറ്റി ഓഫ് ഫിഷർമാൻ ആൻഡ് ഫ്രീ ക്ലൈംബർ ഹൂ വർക്ക്സ് ഇൻ പാരഡൈസ് പിക്കിൾ ആൻഡ് പ്രിസർവേറ്റീവ് ഫാമിലി ആൻഡ് ഓൾസോ സെർവ്സ് ആസ് ഹാൻഡ്മാൻ ഫോർ ഐ ഫാമിലി. This is a deep mutual love between him and the twin that transcends the barrier of caste, class and age. He is at once Sagarted father, playmate and friend. Velutta's brief affair with Ammu is a natural culmination of the love he has for her children. Yet he plays for this transgression with his life. His membership in the local Communist Party suggests a process of political education that should have emphasized him. But Velutta is a tragic figure betrayed by everyone. His own father, the I family, the Communist Party, the police and most ironically Estha. അപ്പോൾ വെളുത്ത എന്ന് പറയുന്നത് ഒരു പറവൻ കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ഒരു അൺടച്ചബിൾ മാൻ ആണ്, ഒരു ഫിഷർമാൻ ആണ്. അതേപോലെ തന്നെ ഒരു ഇവരുടെ പാരഡൈസ് പിക്കിൾ ആൻഡ് പ്രിസർവേറ്റീവ് എന്ന ഫാമിലിയിലെ ഒരു ട്രീ ക്ലൈംബറാണ്. ഐപ്പ് ഫാമിലിയിലെ ഒരു കയ്യാളാണ് എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ വെളുത്തയും അമ്മുവും തമ്മിലൊരു അഫെയർ ഉണ്ടാകുന്നുണ്ട്. ആ അഫെയർ ശരിക്കും പറഞ്ഞാൽ അമ്മുവിൻ്റെ മക്കളായിട്ടുള്ള എസ്തപ്പയും റാഹേലിനോടുമുള്ള ആ ഒരു അടുപ്പം കാരണമാണ് അങ്ങനെ ഒരു അഫെയർ ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, പിന്നെ പറയുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ എല്ലാവരാലും തഴയപ്പെട്ട ഒരു ആളാണ് വെളുത്ത എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പാർട്ടി എഡ്യൂക്കേഷനാണ് അദ്ദേഹത്തെ ഈ വഴിയിൽ ലീഡ് ചെയ്തതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പിന്നീട് പറയുന്നത് ഈ സ്റ്റോറിയിലെ ഒരു ട്രാജിക് ഫിഗർ ആരാന്ന് ചോദിച്ചാൽ വെളുത്തയാന്ന് പറയാം. അവസാനം മരണപ്പെടുന്നൊരു ഫിഗറാണ്. ഈവൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫാദറിൽ നിന്ന്, അദ്ദേഹം ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന്, ഐപ്പ് ഫാമിലിയിൽ നിന്ന്, അദ്ദേഹം വർക്ക് ചെയ്ത പാർട്ടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന്, അദ്ദേഹം പോലീസ്മാനിൽ നിന്ന്, അതേപോലെ തന്നെ എസ്തയിൽ നിന്ന് ഒക്കെ ഒരു വളരെ മോശമായ രീതിയിൽ എല്ലാവരും തഴയപ്പെട്ട ഒരു ട്രാജിക് ആയിട്ടുള്ളൊരു ഫിഗറാണ് വെളുത്ത എന്ന് പറയുന്നത്. അടുത്താണ് വലിയ പാപ്പൻ. Veluta's father and a Paravan with a deep sense of loyalty toward the I family because he lives on their land and Mamachi had paid for his prosthetic eye in the past in return for odd jobs. He is the first one to discover Velutta affair with Ammu and reports to Mamachi immediately, offering to kill Velutta himself to alone for the shame he thinks his son has brought on the family of his ബിൻഫാട്രസ്. അതായത് വെളുത്ത എന്ന് പറയുന്നത് നമ്മൾ വെളുത്തയുടെ അച്ഛനാണ് ഈ വലിയ പാപ്പൻ എന്ന് പറയുന്നത്. അമ്മുവും വെളുത്തയും തമ്മിലുള്ള അഫെയർ ആദ്യം കണ്ടുപിടിച്ചത് വലിയ പാപ്പനാണ്. അതായത് ഐപ്പ് ഫാമിലിയോട് വളരെ ഒരു താല്പര്യം അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥത കൂടിയൊരു ജോലിക്കാരനാണ് ഈ വലിയ പാപ്പൻ. ഐപ്പ് ഫാമിലിയാണ് ഇവരുടെ കാര്യങ്ങൾ. ആ ഒരു ഫാമിലിയുടെ ലാൻഡിലാണ് ഇവർ ജീവിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. ഈവൻ സ്വന്തം മോനെ എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് വല്യപ്പാപ്പൻ നിന്നത്. കാരണം തനിക്ക് അന്നം തരുന്ന ആൾക്കാർക്കൊരു വിശ്വാസവഞ്ചന കാണിച്ചു തൻ്റെ മകൻ എന്നുള്ള രീതിയിലാണ് വല്യപ്പാപ്പൻ ബിലീവ് ചെയ്തിരുന്നത്. വല്യപ്പാപ്പൻ തന്നെയാണ് വെളുത്തയുടെയും അമ്മുവിൻ്റെയും അഫെയർ കണ്ടുപിടിച്ച് മാമാച്ചിയോട് ഇത് ഇൻഫോം ചെയ്യുകയും ചെയ്യുന്നത്. വെളുത്തയുടെ അച്ഛനായിട്ടുള്ള വല്യപ്പാപ്പൻ തന്നെയാണ്. കുട്ടപ്പൻ. Veluta's paralyzed older brother, he tells Estha and Rahel how to fix the small boat they have discovered on the river bank.
ആൻഡ് ഹെൻസ് കോൺട്രിബ്യൂട്ട്സ് ഇൻഡയറക്റ്റ് ടു ദ ഡെത്ത് ഓഫ് സോഫി മോൾ. അപ്പോൾ കുട്ടപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ വെളുത്തയുടെ ബ്രദറാണ്, ഓൾഡർ ബ്രദറാണ്. ഈ എസ്തയ്ക്കും റാഹേലിനും അവിടെ ഒരു ഓൾഡ് ബോട്ട് ഉണ്ടായിരുന്നല്ലോ, ആ ബോട്ട് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തത് കുട്ടപ്പനാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ്ലി സോഫി മോളുടെ ഡെത്തിന് ലീഡ് ചെയ്ത ആ ഒരു ഇൻസിഡൻറ്റുമായിട്ട് കുട്ടപ്പനും ബന്ധമുണ്ട്. അടുത്തത് റെവറൻഡ് ഇ ജോൺ ഐപ്പ്, ദ ഫാദർ ഓഫ് പാപ്പച്ചി ആൻഡ് ബേബി കൊച്ചമ്മ ആൻഡ് ദ പ്രീസ്റ്റ് ഇൻ ദ മാർ തോമ സിറിയൻ ചർച്ച്. He is known popularly as Punnayan Kunju, Little Blessed One, because he was reportedly blessed by the Petrarch of Antioch as a child. The Reverend Ibe does not appear in the novel, but is important in shaping the dynastic nature of the narrative. അടുത്ത ജോൺ ഐപ്പ് എന്ന് പറയുന്നത് പാപ്പാച്ചിയുടെയും ബേബി കൊച്ചമ്മയുടെയും അച്ഛനാണ്. സിറിയൻ ചർച്ചിലുള്ള ഒരു പ്രീസ്റ്റാണ്, മാർത്തോമ ചർച്ചിലൊരു പ്രീസ്റ്റാണ്. പുന്നയൻ കുഞ്ഞെന്നാണ് അറിയപ്പെടുന്നത്. ലിറ്റിൽ ബ്ലെസ്ഡ് വൺ എന്നാണ് അതിൻ്റെ മീനിങ്. അദ്ദേഹം ഡയറക്റ്റ്ലി അപ്പിയർ ചെയ്യുന്നില്ല എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ റെഫറൻസ് ഈ ഒരു നോവലിൽ ഉണ്ട്. നെക്സ്റ്റ് ഫാദർ മുലിഗൻ, an Irish Catholic priest who visited the Reverend Ipe in Ayamanam regularly. When baby Kochama is a young woman, she fails to interest him. But in later life, he leaves the church to become a follower of Hindu god Vishnu and keep in touch with baby Kochama until his death. ഫാദർ മുളിഗൻ എന്ന് പറയുന്നത് ഒരു ഐറിഷ് കത്തോലിക് പ്രീസ്റ്റാണ്. ഈ ഐപ്പിൻ്റെ അയമനത്തിലുള്ള ആ ഒരു വീട്ടിലെ ഒരു റെഗുലർ വിസിറ്റർ ആയിരുന്നു ഫാദർ മുളിഗൻ എന്ന് പറയുന്നത്. ബേബി കൊച്ചമ്മ ആ ഒരു യങ് വുമൺ ആയിരുന്ന ഒരു സമയത്തുള്ള റെഗുലർ വിസിറ്റർ ആയിരുന്നു. ഷീ ഫെയിൽസ് ടു ഇൻട്രസ്റ്റ് ഹിം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ബേബി കൊച്ചമ്മയ്ക്ക് കഴിഞ്ഞില്ല. ബേബി കൊച്ചമ്മയ്ക്ക് അദ്ദേഹത്തോട് ഒരു പ്രണയമുണ്ടായിരുന്നു. ലേറ്റർ അദ്ദേഹം ചർച്ചൊക്കെ ഉപേക്ഷിച്ചിട്ട് ഹിന്ദു ഗോഡ് വിഷ്ണുവിനെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ ബേബി കൊച്ചമ്മ മരിക്കുന്നത്, ബേബി കൊച്ചമ്മയോട് അദ്ദേഹത്തിൻ്റെ മരണം വരെ ഒരു ടച്ച് അദ്ദേഹം കീപ്പ് ചെയ്തിരുന്നു. നെക്സ്റ്റ് കൊച്ചുമരിയ, the diminutive temporal cook and housemaid at Ayamanam house. After the Ipe family breakup, she is the only other person live with baby Kochama. Until the twins return as adult, she liked to watch wrestling on television and leading a sedentary life like her employer. കൊച്ചുമരിയ എന്ന് പറയുന്നത് ഒരു കുക്കാണ്, അവിടുത്തെ ഒരു ഹൗസ് മെയ്ഡാണ് അയമനത്തെ. ഐപ്പ് ഫാമിലി ബ്രേക്കപ്പ് ആയതിനു ശേഷവും അവിടെ ബേബി കൊച്ചമ്മയോടൊപ്പം ഉണ്ടായിരുന്നത് കൊച്ചുമരിയ തന്നെയായിരുന്നു. എപ്പോൾ വരെ ആ അഡൾട്ടായി കഴിഞ്ഞിട്ട് ആ ട്വിങ്സ് തിരിച്ച് വരുന്നത് വരെയും ബേബി കൊച്ചമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. അവൾക്ക് റെസ്ലിംഗ്, ടി വിയിൽ റെസ്ലിംഗ് കാണാനൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അടുത്തത് മിസ്റ്റർ ഹോളിക്, ബാബാസ് ബോസ് അറ്റ് the Assam tea estate. After Baba's alcoholism threatened his employment, Mr. Holic suggests that Ammu sleep with him to save her husband's job. Baba's attempt to correct Ammu into complying with this proposition end their marriage. അപ്പോൾ മിസ്റ്റർ ഹോളിക് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, അമ്മുവിൻ്റെ ഹസ്ബൻഡ് ബാബ ഒരു ആസാമിലെ ടീ എസ്റ്റേറ്റ് പ്ലാന്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബോസാണ് ഈ മിസ്റ്റർ ഹോളിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൽക്കഹോളിസം കാരണം ഈ നമ്മുടെ ബാബയുടെ ജോലി തെറിക്കും എന്നായപ്പോൾ ഈ ഹോളിക്ക് വെച്ചൊരു സജഷനാണ് അമ്മു അദ്ദേഹത്തിൻ്റെ കൂടെ സ്ലീപ്പ് ചെയ്യണം എന്നുള്ളത്. അതായത് ഹസ്ബൻഡിൻ്റെ ജോബ് സേവ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം അമ്മു അദ്ദേഹത്തിൻ്റെ ഒപ്പം കിടക്ക പങ്കിടണമെന്ന്. പക്ഷേ ഈ ഒരു അറ്റംപ്റ്റാണ് അമ്മുവും അതേപോലെ ബാബായും തമ്മിലുള്ള അവരുടെ മാരേജ് എൻഡ് ചെയ്യുന്നതിലേക്ക് ലീഡ് ചെയ്ത ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്. ലാരി മാക്കാസിൻ, Rahel's American ex-husband, whom she meets at the Delhi School of Architecture. He falls in love with and marries Rahel, but then feels completely disconnected from her. Rahel continues to work at the gas station in the Washington DC area after their divorce, but move back to Ayamanam when Esther returned there. അപ്പോൾ ലാരി മാക്കാസിൻ എന്ന് പറയുന്നത് നമ്മുടെ റാഹേലിൻ്റെ അമേരിക്കയിലെ എക്സ് ഹസ്ബൻഡാണ്. അദ്ദേഹത്തെ ആദ്യം കാണുന്നതും കല്യാണം കഴിക്കുന്നതും എല്ലാം ഡൽഹി സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചാണ് റാഹേലും ലാരിയും തമ്മിൽ ലവ് അഫെയർ ആവുകയും വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം ഇവർ അമേരിക്കയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഇവർ കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റാഹേൽ വാഷിങ്ടൺ DC ഏരിയയിൽ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുമായിരുന്നു. പിന്നീട് എസ്തർ തിരിച്ച് അയമനത്തെത്തി എന്നറിഞ്ഞപ്പോൾ നമ്മുടെ റാഹേലും അയമനത്തേക്ക് വരികയാണ്.
ജോ എന്ന് പറയുന്നത് മാർഗ്രറ്റ് കൊച്ചമ്മാസ് ട്രൂ ലവ് ആൻഡ് സോഫിയ മോൾ സ്റ്റെപ്പ് ഫാദർ. ഹിസ് ഡെത്ത് ഇൻ എ കാർ ആക്സിഡൻറ്റ് ഈസ് ദ ഈവൻറ്റ് ദാറ്റ് മോട്ടിവേറ്റ് ചാക്കോ ടു ഇൻവൈറ്റ് മാർഗ്രറ്റ് ആൻഡ് സോഫി ഫോർ എ ക്രിസ്മസ് വിസിറ്റ് ടു അയമനം. ജോ എന്ന് പറയുന്നത് മാർഗ്രറ്റ് കൊച്ചമ്മയുടെ ട്രൂ ലവ് ആണ്, അതേപോലെ സോഫി മോളുടെ സ്റ്റെപ്പ് ഫാദറാണ്. അദ്ദേഹം ഒരു കാർ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യം അറിഞ്ഞതിന് ശേഷമാണ് ചാക്കോ മാർഗ്രറ്റ് കൊച്ചമ്മയെയും സോഫിയെയും ഒരു ക്രിസ്മസ് അവധിക്കാലം ചെലവഴിക്കാൻ വേണ്ടി അയമനത്തേക്ക് ക്ഷണിക്കുന്നത്. അടുത്തത് കൊമറേഡ് KNM പിള്ളൈ, ലീഡർ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ അയമനം, ഹൂ ഹാസ് എ precious son named Lenin. Despite his proclamation politics, he looks down on untouchable like Velutta and turned the later away on night of his death. Before Velutta's arrest, Comrade Pillai let Inspector Matthew know that the Communist Party has no interest in protecting the figure. After Velutta's death, Pillai exploited the event as an example of upper-class oppression and organized a strike that shut down Chaco's pickle factory. കൊമറേഡ് KNM പിള്ള എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡറാണ് അയമനത്തെ. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ലെനിൻ എന്നാണ്. ഈ പൊളിറ്റിക്കൽ പാർട്ടിയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായതുകൊണ്ട് അദ്ദേഹം അൺടച്ചബിലിറ്റിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ പാർട്ടിയിലെ ബേസിൽ മാത്രം അദ്ദേഹം ഇതിനെയൊക്കെ എതിർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് ഈ ടച്ചബിലിറ്റിയിലൊക്കെ. വെളുത്തേനൊക്കെ അദ്ദേഹം ഒത്തിരി ആ രാത്രി മരണത്തിലേക്ക് ലീഡ് ചെയ്ത ആ ഒരു ഇടിയുണ്ടല്ലോ, വഴക്കൊക്കെ ഉണ്ടല്ലോ, അതായത് പോലീസ് സ്റ്റേഷനിലെ, അത് ലീഡ് ചെയ്തതിൽ കൊമറേഡ് പിള്ളയ്ക്കുമൊക്കെ വലിയ കൈയുണ്ട്. അപ്പോൾ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇൻസ്പെക്ടർ മാത്യുവിനോട് പറയുന്നുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇദ്ദേഹത്തിനോട്, അതായത് നമ്മുടെ വെളുത്തയോട് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വെളുത്തയുടെ മരണശേഷം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം അപ്പർ ക്ലാസ് സൊസൈറ്റി ഒരു താഴ്ന്ന ജാതിക്കാരുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് ഇവരുടെ പിക്കിൾ ഫാക്ടറിയിലേക്കൊക്കെ സമരം ചെയ്യുന്നതിനൊക്കെ ലീഡ് ചെയ്തിരുന്നു. അടുത്തത് കൊച്ചു തൊമ്പൻ, ആൻ എലിഫൻറ്റ് ദാറ്റ് സ്ലീപ്പ് ഇൻ ദ ടെമ്പിൾ വൈൽ റാഹേൽ ആൻഡ് എസ്ത വാച്ച് കഥകളി പെർഫോമൻസ്. കൊച്ചു തൊമ്പൻ എന്ന് പറയുന്നൊരു എലിഫൻ്റാണ്. കഥകളി പെർഫോമൻസ് വാച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഉറങ്ങിയ ഒരു ആനയുടെ പേരാണ് കൊച്ചു തൊമ്പൻ. അടുത്തത് മുരളീധരൻ, എ ഹോംലെസ് മെൻ്റലി ഇൽ മാൻ ഹു ക്രോച്ച് നേക്ഡ് ഓൺ ദ വെൽക്കം സൈൻ ഓഫ് കൊച്ചിൻ. ഹി ക്യാരീസ് ദ കീ ടു ഹിസ് ലാസ്റ്റ് റെസിഡൻസ് ഓൺ എ മെൻ്റൽ ചെയിൻ അറൗണ്ട് ഹിസ് വേസ്റ്റ്. ഓറഞ്ച് ഡ്രിങ്ക് ലെമൺ ഡ്രിങ്ക് മാൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. അതായത് ആൺകുട്ടികൾ പോലും ഈ സമൂഹത്തിൽ സുരക്ഷിതരല്ല എന്ന് കാണിച്ചു തരാൻ വേണ്ടി അരുന്ധതി റോയ് കൂട്ടിച്ചേർത്തേക്കുന്ന ഒരു ക്യാരക്ടറാണ് ഓറഞ്ച് ഡ്രിങ്ക് മാനും ലെമൺ ഡ്രിങ്ക് മാനും. ദ മാൻ അറ്റ് ദ കൺസെഷൻ സ്റ്റാൻഡ് ഇൻ ദ ലോബി ഓഫ് അഭിലാഷ് ടക്കീസ് ഇൻ കൊച്ചിൻ. He molested Esther in the lobby while the rest of the family is watching. The sound of music. Rahel indicts this event which haunted Esther well into his adulthood. Next, Inspector Thomas Matthew, the police officer in Kottayam who interviews baby Kochama on the night Velutta dies. When his allegation against Velutta turn out to be baseless, he makes sure she manipulates the 7-year-old Esther into giving false testimony. When Ammu goes to the police station with the twins to extort Velutta, he calls her a prostitute and advises her to go back home. അപ്പോൾ ഇൻസ്പെക്ടർ തോമസ് മാത്യു എന്ന് പറയുന്നത് കോട്ടയത്തെ പോലീസ് ഓഫീസറാണ്. നമ്മുടെ ബേബി കൊച്ചമ്മയെ ആ ഒരു വെളുത്തയുടെ മരണത്തെ പറ്റിയൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ അതിന് കാരണക്കാരനായ ഒരാളാണ് ഈ തോമസ് മാത്യു എന്ന് പറയുന്നത്. ഈ വെളുത്തയ്ക്കെതിരെ ഈ ബേബി കൊച്ചമ്മ കൊടുത്ത കംപ്ലൈൻറ്റ് തെറ്റാണ്, അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതാണ്, മാനിപ്പുലേറ്റ് ചെയ്തതാണ് എന്ന് 7-year-old എസ്ത ഒരു കള്ളസാക്ഷി പറഞ്ഞതാണ് എന്നൊക്കെ മനസ്സിലാക്കി. പിന്നെ അത് തിരുത്തി പറയിക്കാനായിട്ട് അമ്മു ചെന്നപ്പോഴത്തേക്ക്, പോലീസ് സ്റ്റേഷനിൽ ട്വിങ്സുമായിട്ട് ചെന്നപ്പോഴത്തേക്ക് വെളുത്തനെ രക്ഷപ്പെടുത്താനായിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവളെ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഇൻസ്പെക്ടർ തോമസ് മാത്യു അഭിസംബോധന ചെയ്തത്. എന്നിട്ട് തിരികെ വീട്ടിലേക്ക് പോകാനൊക്കെ പറഞ്ഞു. ഇതാണ് ഇൻസ്പെക്ടർ തോമസ് മാത്യു. അപ്പോൾ നമ്മൾ അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന നോവലിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കാണാത്തവർ ആ ക്ലാസ്സും കൂടെ ഒന്ന് കാണുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ഇതിൽ ഞാൻ ക്യാരക്ടർ സ്കെച്ചിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അധികം പോയിൻറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.